എന്താ വരവിന്റെ ഉദ്ദേശം? ചുമ്മാ സൗഹൃദ സംഭാഷണത്തിന് വന്നയാന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു രീതിയിലുള്ള ഒരു ബന്ധവും നമ്മൾ തമ്മിൽ ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്നോട് അങ്ങനെ ഒന്നും കാണിക്കില്ലായിരുന്നല്ലോ. ബന്ധങ്ങളുടെ കണക്കെടുക്കാൻ വന്നതല്ല ഞാൻ. പകരം ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. ഇതൊന്ന് അറിയിക്കുമ്പോ നിന്റെ മുഖത്തുണ്ടാവുന്ന ഭാവം അതെനിക്ക് നേരിട്ട് കാണണമായിരുന്നു. കണ്ടു, കൊള്ളാം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ഇവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, ദാ ഈ നിൽക്കുന്ന ഡേവിസാ. അതുകൊണ്ട് അത് മുടക്കാനായിട്ടുള്ള ശ്രമമൊന്നും നീ നടത്തണ്ട. നടത്തിയിട്ട് കാര്യമില്ല. ഞാൻ എന്തിനാ മുടക്കാൻ വരുന്നേ? നിങ്ങളുടെ അപ്പനും അമ്മയും കൂടെ ചെയ്ത പാപം നിന്റെ കുടുംബക്കാര് തന്നെ ചുമക്കുന്നതിന് ഞാൻ തടസ്സം നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ അപ്പനമ്മയ്ക്ക് പറയുന്നോളാം. വേണ്ട. ഇനി ഇവളെയും കൊണ്ട് ഇവിടെ നിന്നാ നിന്റെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും വരെ ഞാൻ വിളിക്കും. ഇത്രയും നേരം നിന്നെയൊക്കെ സഹിച്ചു നിന്നത് വീട്ടിൽ വന്നതിന്റെ മര്യാദ കാണിച്ചാന്ന് കരുതിയാ മതി. പിന്നെ ഈ കല്യാണ ലെറ്റർ അതെവിടെ ഇരിക്കട്ടെ, കറണ്ട് പോകുമ്പോ വീശാനായിട്ട് ഉപയോഗിക്കാം. എന്നാ പിന്നെ മക്കൾ അങ്ങോട്ട് പോവല്ലേ? ശിവ, ഇതിവിടം കൊണ്ടൊന്നും തീരില്ല. തുടങ്ങുന്നേ ഉള്ളൂ. നിനക്ക് മുന്നിൽ ഇനി ഞാനുണ്ടാവും എന്നും കരുതിയിരുന്നോ? ഓ, ഒന്ന് നിന്നേ. ഞാൻ നിന്റെ കഴുത്തില് ഒരു താലി കെട്ടിയിരുന്നു. ഇനി അതിന് പ്രസക്തിയില്ലല്ലോ. അതങ്ങ് മറക്കുന്നതല്ലേ ഉചിതം. അതോ? അത് ഞാൻ നിന്റെ സ്മാരകമായിട്ട് എന്റെ കയ്യിൽ സൂക്ഷിച്ചോളാം. നീ ചാവുമ്പോ നിന്റെ പൊട്ടടയിൽ വെക്കാൻ. വാ ചേട്ടായി. ഏട്ടാ, അവള് ഇതോടെ ആ അധ്യായം അവസാനിപ്പിച്ചു. അത് അങ്ങനെ കരുതിയാ മതി.